ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ എളുപ്പത്തിൽ ഒരു കേക്ക് ഉണ്ടാക്കാനാണ്. ഈ കേക്കിന് ഇച്ചിരി ഡിസൈൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതൊരു നിർബന്ധമില്ല അങ്ങനെ ഡിസൈൻ ചെയ്യണമെന്നൊന്ന്, പക്ഷെ ഒന്ന് കാണാനൊരു ഭംഗിക്ക് വേണ്ടി കൊടുത്തുന്നേ ഉള്ളൂ. അത് മാത്രമല്ല, ഇന്ന് ഈ കേക്ക് ഉണ്ടാക്കുന്നതിനൊരു സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ചായപാത്രത്തിലാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റവ കൊണ്ടുള്ള ഒരു കേക്കാണ്. പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് മിക്സിയിലാണ് നമ്മൾ ഇതിൻ്റെ എല്ലാ കൂട്ടും നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിനകത്തോട്ട് 1 കപ്പോളം ഉള്ള റവ ഞാൻ ഇടുവാണ്. ഇത് റവ കൊണ്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ വറുക്കാത്ത റവയാണ് എടുക്കുന്നത്. വറുത്ത റവയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മൾ നല്ലതുപോലെ മിക്സിയിൽ ഒരു 30 സെക്കൻഡ് എടുത്ത് നമ്മളിത് പൊടിച്ചെടുക്കണം. അല്ലെങ്കിൽ ഇത് പൊടിയുന്നത് വരെ ഒന്ന് മിക്സിയിൽ അടിക്കണം. അപ്പോൾ ഇത് നമുക്കൊരു നല്ലൊരു പൗഡർ പോലെ നമുക്ക് കിട്ടും. നമ്മുടെ മൈദയുടെ ഒക്കെ പൗഡർ പോലെ കിട്ടും, പക്ഷേ അത്രയും ആ ഒരു സോഫ്റ്റ്നെസ് കാണത്തില്ല. എന്നാൽ തരിതരികളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കും നമുക്കിത് കിട്ടുക. എന്തായാലും നമ്മളിത് പൗഡറായിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് അടുത്തത് ചേർക്കുന്നത് 1/2 കപ്പോളം, അതായത് 125 ml ഉള്ള പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ചേർക്കുന്നത് 1/4 കപ്പോളം ഉള്ള സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ ഏത് തരം ഓയിലാണെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. വെളിച്ചെണ്ണ ചേർക്കരുത്. വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിലൊക്കെ ചേർക്കാം. ഇനി ചേർക്കുന്നത് ഞാൻ 1/4 കപ്പോളമുള്ള 3/4 കപ്പോളമുള്ള പാലാണ്, തിളപ്പിക്കാത്ത പാലാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് 2 കപ്പായിട്ട് ഒഴിക്കാൻ കാരണം ഒന്ന് 1/2 കപ്പും വേറൊന്ന് 1/4 കപ്പോളമുള്ള പാൽ, അങ്ങനെ 3/4 കപ്പോളമുള്ള പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ചേർക്കുന്നത് 1/2 കപ്പോളമുള്ള തൈരാണ് ചേർക്കുന്നത്. അപ്പോൾ തൈര് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം, പക്ഷെ നമ്മൾ തൈര് ചേർക്കുന്നത് നമ്മുടെ കേക്ക് നല്ലതുപോലെ സോഫ്റ്റ് ആവാനും നല്ല ഫ്ലഫി ആവാനും നല്ല മോയിസ്റ്റ് ആയിട്ട് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി നമുക്കിതാ ഇതെല്ലാം കൂടെ മിക്സിയിൽ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. നല്ലതുപോലെ ഒരു കേക്കിൻ്റെ ബാറ്റർ ആവുന്ന രീതിയിൽ 1 മിനിറ്റിന് താഴെ എടുക്കും കേട്ടോ. ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പം നമ്മുടെ കേക്കിൻ്റെ ഈ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്കിൽ പോലും നമുക്ക് ഇതിനകത്ത് ഇച്ചിരി കാര്യങ്ങൾ കൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ അതിന് മുന്നേ ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് കാണിക്കാം. കണ്ടോ, ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഒരു ബാറ്റർ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് മധുരം ഉണ്ടോ എന്ന് നോക്കാം. മധുരം ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇച്ചിരി കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ ചേർക്കുന്നത് 1/4 ടീസ്പൂണോളം ഉള്ള ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. പിന്നെ ചേർക്കുന്നത് 1/2 ടീസ്പൂണോളം ഉള്ള ബേക്കിംഗ് പൗഡർ. പിന്നെ ചേർക്കുന്നത് ഒരു കാലില്ല കേട്ടോ, ഒരു 2 പിഞ്ചോളം ഉള്ള ഉപ്പ്. നമുക്കതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ്ഡ് ആവാനാണ്. പിന്നെ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളം അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂണോളം വരെയുള്ള വാനില എസൻസ് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ ഞാൻ ഒന്നും കൂടെ ഒരു 30 സെക്കൻഡോളം മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ബാറ്റർ കുറച്ചും കൂടെ തിക്കായി, കുറച്ചും കൂടെ ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് പൊന്താൻ തുടങ്ങും കേട്ടോ. അത് ഇച്ചിരി അങ്ങ് ഫ്ലഫി ആവാൻ തുടങ്ങും നമ്മൾ ആ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തത് കൊണ്ട്. ഇനി ഈ ബാറ്റർ ഞാനിതൊരു ഡിസൈനൊക്കെ പോലെ ആക്കുന്നത് കൊണ്ട് ഇതിൽ നിന്ന് നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന ഈ ബാറ്ററിയിൽ നിന്ന് വേറൊരു പാത്രത്തിലോട്ട് ഒരു 1/2 കപ്പോളം ഉണ്ടാവും. ഞാനിതൊന്ന് മാറ്റി വയ്ക്കുകയാണ്. കാരണം ഒരു ചോക്ലേറ്റ് ഫ്ലേവർ ആക്കാൻ വേണ്ടിയിട്ട്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റും അതുപോലെ തന്നെ വെനിലയും കൂടെ ചേർന്നിട്ടുള്ള ഒരു മിക്സ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഉള്ള കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് അരിച്ചിട്ട് ചേർക്കാം. കാരണം നമ്മൾ അരിക്കാതെ നേരിട്ട് അങ്ങ് ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും കല്ല് പോലൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കട്ട പിടിച്ച് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സുഖക്കുറവാണ്. അപ്പോൾ അത് ഇല്ലാതിരിക്കാനായിട്ട് ഞാൻ അരിപ്പയിലൊന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും തരികളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റി വയ്ക്കുകയും ചെയ്യാമല്ലോ. അല്ലെങ്കിൽ നമുക്ക് സ്പൂൺ വെച്ച് ചെറുതായിട്ടൊന്ന് പൊടിച്ച് കൊടുത്തെന്നാൽ അതെല്ലാം പൊടിഞ്ഞ് അതിനകത്ത് വീണോളും. അപ്പോൾ ചിലവർ ചോദിക്കുന്നുണ്ട് ഈ ഒരു കൊക്കോ പൗഡറിന് പകരം വേറെ എന്താ ചേർക്കാൻ പറ്റുകയെന്ന്. ഞാൻ പറയാം, ബോൺവിറ്റ ഒക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ നട്ടെല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചേർക്കാം. അതൊക്കെ നല്ല ഫ്ലേവർ തന്നെയാണ് കൊടുക്കുക, ശരിക്കും ഒരു ചോക്ലേറ്റ് ഫ്ലേവർ തന്നെ കൊടുക്കും. ഇനി നമുക്ക് ഇതൊരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ആ ഒരു ചോക്ലേറ്റ് ക്രീമൊക്കെ കിട്ടുന്ന ആ ഒരു പരുവത്തിന് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇതൊരു നിർബന്ധമില്ല, നിങ്ങൾക്ക് ഈ ചോക്ലേറ്റിൻ്റെ വേണമെന്ന് ഇങ്ങനെ ഒരു ഫ്ലേവർ ആക്കണം എന്നൊന്നുമില്ല. നിങ്ങൾക്കല്ലാതെ മിക്സിയിൽ അടിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോസസ്സ് ഒഴിവാക്കി കഴിഞ്ഞെന്ന അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒഴിവാക്കി കഴിഞ്ഞെന്ന നമ്മുടെ മിക്സിയിലുള്ള ബാറ്ററാണ് നമ്മുടെ മെയിൻ ബാറ്റർ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഒരു ചായപാത്രത്തിനകത്തോട്ട് ഒഴിച്ച് നമുക്കത് ബേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാനിന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ട് കാണിക്കാമെന്ന് ഓർത്തു. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു പഴയൊരു സോസ് പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇച്ചിരി ഇതിനൊക്കെ വേണ്ടിയിട്ട് മാറ്റി വെച്ചൊരു പാനാണ്. അപ്പോൾ അതുകൊണ്ട് പാത്രത്തിന് ഇച്ചിരി പ്രശ്നമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് ഓയിലോ ബട്ടറോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഇച്ചിരി ഓയിൽ ഒന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു ബട്ടർ പേപ്പർ അല്ലെങ്കിൽ ഒരു പാച്ച്മെൻറ്റ് പേപ്പറെന്നോ അല്ലെങ്കിൽ ട്രേസിങ് പേപ്പറെന്നോ ഇങ്ങനെയൊക്കെ കിട്ടും. ബട്ടർ പേപ്പർ എന്ന് പറഞ്ഞ് മേടിക്കാൻ കിട്ടും. ഇത് വേണമെന്ന് ഒരു നിർബന്ധമില്ല, നല്ലതുപോലെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഞാൻ പിന്നെ ഇത് ഇത് നമ്മളൊരു കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിൻ്റെ പുറകിൽ നിന്ന് അതിങ്ങനെ വലിച്ച് കളയുന്നത് എനിക്കിഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ചൊന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ നമ്മുടെ പ്ലെയിൻ ആയിട്ടുള്ള ബാറ്റർ ഒഴിച്ചു. അതൊരു സ്പൂൺ കൊണ്ട് കോരി ഒഴിക്കാം നിങ്ങൾക്ക്. അതിനുശേഷം ഞാനൊരു സ്പൂൺ കൊണ്ട് നമ്മുടെ ചോക്ലേറ്റും ഒഴിച്ചു. അങ്ങനെ ഇതിങ്ങനെ ഓരോന്ന് ഇടവിട്ട് നമുക്കിതുപോലെ ഒന്ന് നിറച്ച് കൊടുക്കാം. ഇതൊരു ഡിസൈൻ പോലെയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ആദ്യത്തെ ഒരു ലെയർ മുഴുവൻ അല്ലെങ്കിൽ ഇച്ചിരി കട്ടിയിൽ നിങ്ങൾക്ക് വാനില ഇതിൻ്റെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചിട്ട് ബാക്കിയുള്ളത് മുഴുവൻ നിങ്ങൾക്ക് ചോക്ലേറ്റ് ഒഴിക്കാം. അല്ലെങ്കിൽ ഈ സീബ്ര വരയുന്നത് പോലെയുള്ള അങ്ങനത്തെ ഒരു വര കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഞാൻ എന്തായാലും ഇങ്ങനത്തെ ഒരു മോഡലിലാണ് ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്കിനകത്ത് ആദ്യം പ്ലെയിൻ, പിന്നെ ചോക്ലേറ്റ്, പിന്നെ പ്ലെയിൻ, പിന്നെ ചോക്ലേറ്റ്, അങ്ങനെ ഒഴിച്ച് ഈ ഒരു പരുവത്തിനാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു കുഞ്ഞ സോസ് പാൻ ആയതുകൊണ്ട് എനിക്ക് ഒത്തിരി അങ്ങ് ഉണ്ടാക്കാൻ പറ്റിയില്ല. ഇതിൻ്റെ ഒരു കാൽ ഭാഗത്തോളം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം ഇത് കുറച്ച് കഴിയുമ്പോൾ പൊന്തി വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് അത് നിങ്ങളൊന്ന് ഒത്തിരി അങ്ങ് നിറയ്ക്കാതെ അതിൻ്റെ ഒരു അരഭാഗം മാക്സിമം നിറയ്ക്കാൻ പാടുള്ളൂ. ഇനി ഞാനിതൊരു ഈർക്കിൽ വെച്ചിട്ടോ, ഞാനിപ്പോൾ ഒരു സ്ക്യൂറാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ അത് ചിലപ്പോൾ എന്നെക്കാളും നന്നായിട്ടൊക്കെ ഒത്തിരി ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ ഒരു കഴിവുകളൊക്കെ ഇവിടെ അങ്ങ് കാണിക്കാൻ നോക്കുക. പല ഡിസൈൻസൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. എന്തായാലും അപ്പോൾ ഞാൻ ഇച്ചിരി പ്ലെയിൻ ആയിട്ടുള്ളത് ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ ഒരു മോന് അവന് ചോക്ലേറ്റ് ഇഷ്ടമല്ല, ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അവന് മാത്രമായിട്ട് ഇച്ചിരി വാനില മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, പ്ലെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ അത് ഞാനൊരു കുഞ്ഞൊരു കേക്ക് ടിന്നിലാണ് ഞാനത് മാറ്റി വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതും അങ്ങനെ മാറിയിരിക്കട്ടെ. അപ്പോൾ ഇത് രണ്ടും ഞാൻ നിറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ ഒന്ന് തട്ടി കൊടുക്കണം. ഇതിനകത്ത് എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ മറ്റേ കുഞ്ഞ് കേക്ക് ടിന്നും തട്ടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഈ സോസ് പാനും ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് അടുപ്പത്ത് ബേക്ക് ചെയ്യാമെന്ന് നോക്കാം, ഓവനൊന്നും ഇല്ലാതെ. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഇവിടെ ഒരു പഴയ ഫ്രൈയിങ് പാൻ വെച്ചിട്ടുണ്ട്. അത് പഴയതോ പുതിയതോ എങ്ങനെയാണെങ്കിലും വെക്കാം, ഒരു കുഴപ്പവും വരില്ല. അപ്പോൾ ഇത് ഇച്ചിരി ഞാൻ ഇതിനൊക്കെ വേണ്ടി തന്നെ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ വീഡിയോയ്ക്കൊക്കെ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫ്രൈയിങ് പാനാണ്. അപ്പോൾ ഇത് നമുക്കൊരു 5 മിനിറ്റോളം ഇതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ചൂടാക്കണം. അതവിടെ തന്നെ ഇരുന്നോട്ട്, അത് കരിഞ്ഞു പോവോ ഒന്നുമില്ല. വളരെ ലോ ഫ്ലെയിമിൽ നിങ്ങൾക്കതൊന്ന് ചൂടാക്കാം. അത് ചൂടായിട്ട് വരുമ്പം നമ്മൾ ഇതിൻ്റെ മേലെയാണ് നമ്മുടെ ഈ ഒരു സോസ് പാൻ വെക്കുന്നത്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന സോസ് പാൻ കുറച്ച് അടിക്കട്ടിയുള്ളതുകൊണ്ട് ഞാനിവിടെ നേരിട്ട് വെക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ എടുക്കുന്ന സോസ് പാൻ, ചായ ഉണ്ടാക്കുന്ന പാത്രം ഒരു സ്റ്റീൽ പാത്രമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്റ്റീൽ പാത്രത്തിൻ്റെ മൂടിക നമ്മുടെ ഈ ഒരു ഫ്രൈയിങ് പാൻ്റെ മേലെ വെച്ചിട്ട് അതിൻ്റെ മേലെ വേണം, ഈ സ്റ്റീൽ പാത്രത്തിൻ്റെ മൂടികയുടെ മേലെ വേണം നമ്മുടെ സ്റ്റീൽ പാത്രത്തിനുള്ള ചായ പാത്രം വയ്ക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയില്ല എന്ന് ഞാൻ ഓർക്കണു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചിലപ്പോൾ സ്റ്റീൽ പാത്രം പെട്ടെന്ന് നേരിട്ട് നമ്മൾ ഈ ഒരു ഫ്രൈയിങ് പാനിൽ വയ്ക്കുമ്പോൾ കറക്റ്റായി വരണം എന്നില്ല. അപ്പോൾ ചിലപ്പോൾ അത് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്കൊരു സേഫർ സൈഡിന് ഈ ഒരു ഫ്രൈയിങ് പാനിൻ്റെ മേലെ ഒരു സ്റ്റീൽ പാത്രം കൂടെ വയ്ക്കാം. അപ്പോൾ ഇപ്പം ഞാനിതൊരു ഇച്ചിരി അടിക്കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് ഞാനിത് നേരിട്ട് തന്നെ നമ്മുടെ ഫ്രൈയിങ് പാനിൻ്റെ മേലെ വയ്ക്കുകയാണ്. ഇനി നമുക്കിത് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മുതൽ 25 മിനിറ്റിനകത്ത് നമുക്കിത് റെഡിയായി കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കരുത്. അങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ നടുക്ക് ചെറിയൊരു കുഴി വരാൻ സാധ്യതയുണ്ട്. അത് എല്ലാവർക്കും പറ്റുന്നൊരു അബദ്ധമാണ്. അപ്പോൾ അത് ചെയ്യാതിരിക്കുക. നിങ്ങൾ കറക്റ്റ് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ അപ്പോൾ അന്നേരം വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് തുറന്നതായോ എന്ന് നോക്കാം. 20 മിനിറ്റ് വരെ ഒരു കുഴപ്പമില്ല. അതിങ്ങനെ പതുക്കെ ആയിക്കൊണ്ടിരിക്കുകയുള്ളൂ. അതിനടി പിടിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. അപ്പോൾ ഇനി ഇപ്പം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ചായപാത്രത്തിന് എപ്പോഴും എല്ലാത്തിനും കറക്റ്റ് അടപ്പ് ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ മൂടിക ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ എനിക്കും ഇല്ല കറക്റ്റായിട്ടൊരു മൂടിക. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഒരു സൈഡ് പ്ലേറ്റ് ഞാൻ അതിൻ്റെ മേലെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഇടിക്കല്ല് ഇതിൻ്റെ മേലും കൂടെ വെച്ചിട്ടുണ്ട്, അത് ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിലാണ് എന്നുള്ളത് ഒന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം നമുക്കൊരു 20-25 മിനിറ്റോളം നമുക്കൊന്ന് ബേക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞു.
അപ്പോൾ എനിക്ക് കറക്റ്റ് 20 മിനിറ്റാണ് കേട്ടോ എടുത്തത്. അതിനേക്കാളും കൂടുതലൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അത് പക്ഷേ ഓരോരുത്തരുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം അനുസരിച്ച് മാറ്റം വരും. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയാണ്, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇനിയിപ്പോൾ കേക്ക് ആയിട്ടില്ലെങ്കിൽ തന്നെ ഇതിൻ്റെ മൂടിക കണ്ടോ, നമ്മൾ ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് ഇതിൻ്റെ മൂടികയിൽ ആവി കയറി വെള്ളം ഇരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ തിരിച്ച് വീണ്ടും അത് തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം ഇതിൻ്റെ നടുക്ക് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് തുടച്ചിട്ട് നമുക്ക് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ വെക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ കേക്ക് റെഡിയാണ്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ഈ ഒരു കുഞ്ഞു ടിന്നിൽ വെച്ചിട്ടുള്ള കേക്കും ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു നൈഫ് വെച്ചിട്ട് പതുക്കെ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിവിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഗ്രീസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും നമുക്കതൊരു സൈഡൊക്കെ ഒന്ന് വിടിപ്പിച്ച് കൊടുക്കാം. ഞാനതൊരു പ്ലേറ്റിനകത്തോട്ട് ഒന്ന് കമത്തി കാണിച്ചു തരാം അതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതാ ഈ സോസ് പാനിനും അതുപോലെ തന്നെ കേക്ക് ചെറുതായിട്ട് വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും നമുക്കൊന്ന് ഉറപ്പ് വരുത്താം. അല്ലെങ്കിൽ ചിലപ്പോൾ അതിങ്ങനെ നമ്മൾ ഒരു പ്ലേറ്റിനകത്തോട്ട് കമത്തി എടുക്കുന്ന നേരത്തെ ചിലപ്പോൾ അത് നടുവേ മുറിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു കുഞ്ഞു ടിന്നിലെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ പുറകിലത്തൊക്കെ ഗോൾഡൻ കളർ കണ്ടോ, നല്ല ഭംഗിയിലൊരു ടീ കേക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം നമ്മൾക്ക് എല്ലാവർക്കും ബീറ്ററും ഓവനും അല്ലെങ്കിൽ കേക്ക് ടിന്നും ഒക്കെ മേടിക്കാൻ പറ്റിയെന്ന് വരില്ല. എന്നാൽ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ചായപാത്രത്തിനകത്ത് അതുപോലെ ഗ്ലാസ്സിനകത്ത് ചില്ല് ഗ്ലാസ്സിനകത്തൊക്കെ ഉണ്ടാക്കുന്ന കേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കേക്ക് ടിൻ തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കി പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്കൊക്കെ ഇതൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് നമ്മുടെ സോസ് പാൻ കേക്കും ഇതുപോലെ തന്നെ ഒന്ന് എടുത്ത് വന്നിട്ടുണ്ട്. ഇതാ നോക്കിക്കേ, നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു കുഞ്ഞ് സോസ് പാൻ ആയതുകൊണ്ടാണ് നമുക്കൊരു കുഞ്ഞ് കേക്ക് കിട്ടിയത്. നിങ്ങളുടെ കയ്യിൽ കുറച്ച് പരന്ന പാത്രമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഭംഗിയിലൊക്കെ കിട്ടും കേട്ടോ. ഇതൊരു കൊച്ചു കേക്കാണ്. നമുക്ക് എന്തായാലും ഇതിൻ്റെ സൈഡൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാ ഇതിൻ്റെ സൈഡൊക്കെ നോക്കിക്ക് നല്ല ഗോൾഡിഷ് കളറായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഒരു കരിച്ചിലോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം കേക്കിൻ്റെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒത്തിരി പേര് ചോദിച്ചായിരുന്നു, കരിയോ പാത്രം, അല്ലെങ്കിൽ ഗ്ലാസ് വെക്കുമ്പോൾ ഗ്ലാസ് പൊട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്താലല്ലേ നമുക്കറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോ. നമ്മുടെ ഗ്ലാസ് കേക്ക് ആണെന്നുണ്ടെങ്കിൽ ഒത്തിരി പേര് ചെയ്തിട്ട് നല്ല അഭിപ്രായം പറഞ്ഞതാണ്. അപ്പോൾ അതും നിങ്ങൾ കാണണം. അതും എളുപ്പമാണ്. നമ്മുടെ വീടുകളിലൊക്കെ ഗ്ലാസിൻ്റെ അതായത് ചില്ലിൻ്റെ ഗ്ലാസ്സൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ നമുക്കതൊക്കെ വെച്ച് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും അതൊന്ന് മുറിച്ച് കാണിക്കാം. അപ്പോൾ ഇത് ചോക്ലേറ്റിൻ്റെ ഫ്ലേവറും വാനിലയുടെ ഫ്ലേവറും രണ്ടും ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് ട്രൈ ചെയ്യാവുന്ന ഒരു കേക്കാണ്. ഇനി ഇതല്ല, നിങ്ങൾക്കിത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിനകത്ത് നമുക്ക് കുക്കറിനകത്ത് ചെയ്യേണ്ട, ഓവൻ വേണ്ട, അല്ലെങ്കിൽ ബീറ്റർ വേണ്ട, കേക്ക് ടിന്നൊന്നും വേണ്ട. നമ്മുടെ വീട്ടിലുള്ള ഈ പാത്രങ്ങൾ വെച്ചിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി കേക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ എങ്ങനെയുണ്ടായിരുന്നു എന്ന് എഴുതി അറിയിക്കുക കമൻറ്റ് ബോക്സിൽ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.